ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ. ഓം സം സരസ്വതി നമഃ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെയൊക്കെയാണ് ഈ വ്യാഴമാറ്റം സ്വാധീനിക്കാൻ പോകുന്നത്, അവരുടെ നക്ഷത്ര ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. 2026 ജൂൺ 2 വ്യാഴമാറ്റം സംഭവിക്കുന്നത്. അതായത് മിഥുന രാശിയിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. കൊല്ലവർഷം 1201 ഇടവം 19 മൂലം നക്ഷത്രമാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. വെളുപ്പിന് 1:48 AM മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുന്നത്. കർക്കിടക രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. വ്യാഴം ഫുൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, നല്ല പവറിൽ നിൽക്കുന്ന ഒരു രാശിയാണ് കർക്കിടക രാശി. അതുകൊണ്ട് തന്നെ ചില നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെ അനുകൂലമായിട്ടുള്ള സ്ഥാനത്തേക്കാണ് വരുന്നത്. ചില നക്ഷത്രക്കാർക്ക് ദൈവാധീനം ആർജിച്ചെടുക്കേണ്ട സമയം കൂടിയാണ് വരാൻ പോകുന്നത്. ഒരു രാശിയിൽ ഒരു വർഷമാണ് വ്യാഴം നിൽക്കുക. അതുകൊണ്ട് തന്നെ കർക്കിടക രാശിയിൽ 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം വരുന്നത്. 2025 മെയ് 14 മുതൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഈ 2026 ജൂൺ 2 കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുന്നത്. ഈ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം, ഇവർക്ക് എങ്ങനെയാണ് ഈ വ്യാഴമാറ്റം സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 2ാം ഭാവാധിപനും അതുപോലെ തന്നെ 5ാം ഭാവാധിപനും ആയ 2ാം ഭാവാധിപനും 5ാം ഭാവാധിപനുമായ വ്യാഴം വരാൻ പോകുന്നത് 9ാം ഭാവത്തിലേക്കാണ്. 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യ ധർമ്മ ദയാ പുണ്യ തപസ്താദ സുതാത്മജ ദാനോപാസന സൗശീല്യ ഗുരുവോ നവമാധവി. ഇതാണ് 9ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭാഗ്യ സംബന്ധമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കടാക്ഷം ഉണ്ടാകുന്ന സമയം, വിഷ്ണു ഭഗവാന്റെ നല്ല അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയം, നിങ്ങളുടെ ധർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ സമയം, അതിനുള്ള പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകുന്ന സമയം, പിതാവിന്റെ അനുഗ്രഹം കിട്ടുന്ന സമയം, പിതാവിൽ നിന്നുള്ള സഹായം ലഭിക്കുന്ന നല്ല സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ പിതൃസംബന്ധമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് മാറ്റി കിട്ടാനുള്ള ദൈവാധീനം ഉണ്ടാകുന്നു. ഗുരുക്കന്മാരുടെ അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള നല്ല സമയം കൂടിയാണ് വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. വാഹനം എടുക്കാൻ പറ്റിയ അനുകൂലമായിട്ടുള്ള സമയം, വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയം, ഭാഗ്യം നല്ല രീതിയിൽ കടാക്ഷിച്ചു നിൽക്കുന്ന സമയമാണ് വരാൻ പോകുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകും. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം വിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് ഉത്തമമാണ്. വ്യാഴമന്ത്രം ജപിക്കുക. ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. വ്യാഴമന്ത്രം ജപിക്കുക. നല്ല അനുഗ്രഹത്തോടു കൂടി മുൻപോട്ട് പോകാൻ പറ്റിയ സമയമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം. അതായത് കർമ്മരംഗത്ത് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയം, കലാ സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം, നല്ല രീതിയിലുള്ള ഉന്നമനം പ്രതീക്ഷിക്കാവുന്ന സമയം, ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. വിവാഹ സംബന്ധമായി ഏറെ കാലമായി അങ്ങനെ ആലോചിച്ചിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നവർക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി അനുകൂല സ്ഥാനത്തേക്ക് ദൈവാധീനം വരുന്നതുമാണ്. ആരോഗ്യ ക്ലേശങ്ങൾ മാറുന്നതും അങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് തൃപ്തികരമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. ശത്രു തടസ്സം മാറി നിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന സമയം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്.
പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും വിദേശത്ത് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പോകാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂല സ്ഥാനം തന്നെയാണ് വരാൻ പോകുന്നത്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴമന്ത്രം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യാഴമന്ത്രം ദിവസവും ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ കൂടി ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ഗ്രഹനിലയിൽ വ്യാഴത്തിന്റെ സ്ഥാനം എവിടെയാണ് എന്ന് നോക്കി യഥാവിധി പരിഹാരങ്ങളും അതുപോലെ തന്നെ വഴിപാടുകളും ചെയ്ത് മുൻപോട്ട് പോകേണ്ടതാണ്. ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങൾക്ക്, കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. വ്യാഴ കടാക്ഷം ഉണ്ട്. അതുകൊണ്ട് തന്നെ പറ്റുന്ന വേളകളിൽ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. മാസത്തിൽ ഒരിക്കലെങ്കിലും പാൽപായസ വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനമാണ് ചെയ്യുന്നതെങ്കിൽ തൃക്കൈവെണ്ണ വഴിപാട് നടത്തുക. അതുപോലെ തുളസിമാല വഴിപാടായിട്ട് സമർപ്പിക്കാം. നെയ്വിളക്ക്, മഞ്ഞപ്പട്ട് വഴിപാട് കൊടുക്കുന്നതും വളരെ ഉത്തമമാണ്. വ്യാഴത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹത്തോടു കൂടി മുൻപോട്ട് പോവുക എല്ലാ ദൈവാധീനമുള്ള സമയമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഹനുമാൻ ചാലിസ മസ്റ്റായിട്ട് ജപിക്കുക. ശത്രു തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷന് നല്ല സമയം, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ നല്ല സമയം, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറി നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതുമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ ദേവാലയങ്ങൾ ദർശിക്കാനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയം കൂടിയാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങനെ ഉണ്ടാകാനുള്ള ഭാഗ്യം കിട്ടുന്നു. നിങ്ങളുടെ ഗുരുക്കന്മാരെ, പഴയ ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം, അവരുടെ അനുഗ്രഹം കിട്ടാനുള്ള നല്ല സമയം കൂടിയാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വളരെ അനുഗ്രഹസ്ഥാനം തന്നെയാണ് ഈ വ്യാഴമാറ്റം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.